നമസ്കാരം 9 മണി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കൊച്ചി മേയർ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത. ദീപ്തി മേരി വർഗീസിനെ അവഗണിച്ചതിൽ ഒരു വിഭാഗത്തിന് അതൃപ്തി. പ്രഖ്യാപനം റദ്ദാക്കണമെന്ന ആവശ്യം. കെപിസിസിക്ക് പരാതി നൽകി ദീപ്തി മേരി വർഗീസ്. തൊടുപുഴയിൽ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയും കോൺഗ്രസിൽ തർക്കം. ലിറ്റി ജോസഫിനെ നഗരസഭാ അധ്യക്ഷയാക്കാനുള്ള നീക്കത്തിനെതിരെ പോസ്റ്റർ. റബ്ബർ സ്റ്റാമ്പ് ചെയർപേഴ്സൺ തൊടുപുഴയ്ക്ക് വേണ്ടെന്ന് പോസ്റ്റർ. രാഷ്ട്രീയക്കാർ ആരും മതത്തിൽ ഇടപെടേണ്ടതില്ലെന്ന് തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ. സമസ്തയെ തങ്ങളുടെ കീശയിൽ ഒതുക്കാമെന്ന് ഒരു രാഷ്ട്രീയക്കാരും കരുതേണ്ട. സമസ്ത ഒരു രാഷ്ട്രീയത്തിലും ഇടപെടാൻ പോയിട്ടില്ലെന്നും കുറുക്കോളി. വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിൽ പ്രതികളെ ചോദ്യം ചെയ്യാൻ SIT ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. കൊലപാതകത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടന്നവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം. മലപ്പുറത്ത് വിവിധയിടങ്ങളിൽ ഭൂമി കുലുങ്ങി. വലിയ ശബ്ദവും സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന കുലുക്കവും അനുഭവപ്പെട്ടു. തീവ്രത കുറഞ്ഞ പ്രകമ്പനം മാത്രമാണ് ഉണ്ടായതെന്ന് അധികൃതർ. മഹാരാഷ്ട്രയിൽ താക്കറെകൾ ഒന്നിക്കുന്നു. ശിവസേനയും MNSഉം തമ്മിലുള്ള സഖ്യപ്രഖ്യാപനം ഇന്നുണ്ടാകും. നിർണായക നീക്കം മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി. ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം. ബംഗ്ലാദേശിലെ ഇന്ത്യൻ കാര്യാലയങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ നിർദ്ദേശം. ഇന്ത്യക്കെതിരായ പരാമർശങ്ങളിൽ കടുത്ത അതൃപ്തി അറിയിച്ച കേന്ദ്രം. ഗാസയിൽ നിന്ന് ഒരിക്കലും സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് ഇസ്രായേൽ. പ്രഖ്യാപനം ഇസ്രായേൽ കാറ്റ്സിന്റേത്. രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്ക. ISROയുടെ LVM-3 M6 വിക്ഷേപിച്ചു. മൊബൈൽ ഫോണുകളിൽ നേരിട്ട് ഉപഗ്രഹ ഇന്റർനെറ്റ് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. LVM-3യുടെ മൂന്നാമത് വാണിജ്യ വിക്ഷേപണ ദൗത്യമാണ് ഇപ്പോൾ നടന്നത്. Both S-200 motors ignited. LVM-3 M6 Bluebird Block 2 mission, a majestic liftoff. The rocket is beautifully searing through the bright Sriharikota sky. Plus 20 seconds. LVM-3 M6 रॉकेट का सफलतापूर्ण उत्थापन द्वितीय प्रमोचन मंच से और अपनी उद्दिष्ट कक्षा की ओर बढ़ चला है LVM-3 M6 रॉकेट. दोनों ठोस नोदक वाले S-200 बूस्टर्स प्रज्वलित हैं. प्रथम चरण का कार्यकाल लगभग 126 सेकंड का होगा और इस दौरान यह लगभग 6000 किलो न्यूटन प्रणोद उत्पन्न कर रहे हैं. Very thrilling vibration at the launch base due to the thrusting of twin S-200 motors. Plus 1 minute. Shato engine main auto. बहुत ही साफ नजारा देखने को मिल रहा है. यहाँ उपस्थित लोगों को बहुत ही रोमांच का अनुभव हो रहा होगा. बहुत दूर तक हम इस यान को देख पा रहे हैं और मुमकिन है कि प्रथम चरण का കൂടുതൽ വിവരങ്ങളുമായി MG മിഥുൻ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. മിഥുൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും വിക്ഷേപണം വിജയകരം എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നു. എന്താണ് ഇതിന്റെ ലക്ഷ്യം? ഒപ്പം എപ്പോഴായിരുന്നു വിക്ഷേപണം? അശ്വതി, അല്പസമയത്തിനു മുമ്പാണ് ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം വിക്ഷേപിച്ച് ചരിത്രം കുറിച്ചിരിക്കുകയാണ് ISRO എന്നുള്ളത്. ഇന്ത്യയുടെ ബാഹുബലി റോക്കറ്റാണ്. ഇത്തരത്തിൽ LVM-3 റോക്കറ്റിലാണ് ഇത്തരത്തിലുള്ളൊരു വലിയ ദൗത്യം ഇന്ത്യ ഇപ്പോൾ പരീക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ വിക്ഷേപണം വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചതായി ISRO അധികൃതർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം, ഇതിൻ്റെ ഒരു പ്രത്യേക ഉപകരണങ്ങളുടെ സഹായമില്ലാതെ സാധാരണ സ്മാർട്ട് ഫോണുകളിലേക്കും ഉപഗ്രഹത്തിൽ നിന്ന് നേരിട്ട് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എത്തിക്കാനുള്ള സാങ്കേതിക വിദ്യയുമായാണ് ഇത്തരത്തിൽ ഈ ബ്ലൂ ബ്ലേഡ് ഉപഗ്രഹം ഒരുക്കിയിരിക്കുന്നത്. ഈ ബ്ലൂ ബ്ലേഡ് ഉപഗ്രഹത്തിന് 2200 ചതുരശ്ര മീറ്റർ വലിപ്പമുള്ള ആന്റിനകളുണ്ട്. ലോ എർത്ത് ഓർബിറ്റിൽ ഇത്രയും വലുത് ഇത് ആദ്യമായാണ് ഇങ്ങനെ ഒരു നീക്കം ISROയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതുവഴി മുൻഗാമികളെക്കാൾ 10 ഇരട്ടി ഡേറ്റ ശേഷി കൈവരിക്കാൻ ഈ ഉപഗ്രഹത്തിന് ആകുമെന്നുള്ളത് തന്നെയാണ്. ഇതിന്റെ പ്രത്യേകത നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. 2026 അവസാനത്തോടെ ഏതാണ്ട് 45 മുതൽ 60 ഉപഗ്രഹങ്ങൾ വിന്യസിക്കാനാണ് ടെക്സാസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന AST സ്പേസ് മൊബൈലിന്റെ പദ്ധതി. ആഗോളതലത്തിൽ
സ്ഥലത്തിൽ ബഹിരാകാശത്ത് നിന്ന് നേരിട്ട് 5G ബ്രോഡ്ബാൻഡ് എത്തിക്കാൻ ഇതുവഴിയാകും. അതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. പദ്ധതി നിലവിൽ വരുന്നതോടെ കണക്ടിവിറ്റി സംവിധാനങ്ങൾ അടിമുടി മാറുന്ന കാലത്തിലേക്ക് നീങ്ങാൻ പോകും. ടവറുകളോ ആന്റിനകളോ ഇല്ലാതെ തന്നെ ഭൂമിയിൽ എവിടെ നിന്നും സ്മാർട്ട് ഫോണിൽ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനാകുമെന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനുവേണ്ടിയുള്ള പ്രധാനപ്പെട്ട ദൗത്യത്തിലാണ് ഇപ്പോൾ ISRO ഏർപ്പെട്ടിരിക്കുന്നത്. സ്റ്റാർലിങ്ക്, OneWeb പോലുള്ള ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങളുടെ നിലവിലെ പ്രവർത്തന രീതിയെ വെല്ലുവിളിക്കുന്നു കൂടിയാണ് ഈ സാങ്കേതിക വിദ്യ എന്നുള്ളത് തന്നെയാണ്. ഈ കമ്പനികൾ ഭൂമിയിൽ സ്ഥാപിക്കുന്ന പ്രത്യേക ടെർമിനലുകളും ഒപ്പം തന്നെ ഗ്രൗണ്ട് സ്റ്റേഷനുകളും ഉപയോഗിച്ചാണ് ഉപഗ്രഹ ഇന്റർനെറ്റ് വിന്യസിക്കുന്നത്. ഇതിനായി 10,000-നടുത്ത് ഉപഗ്രഹങ്ങൾ സ്റ്റാർലിങ്ക് ഇതിനകം തന്നെ വിക്ഷേപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഉപഗ്രഹത്തിൽ നിന്ന് നേരിട്ട് സ്മാർട്ട് ഫോണുകളിലേക്കും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എത്തിക്കാനാവുമെന്നതാണ് AST സ്പേസ് മൊബൈൽ സാങ്കേതികവിദ്യയെ വേറിട്ടതാക്കുന്നത്. ഈ ബാഹുബലി എന്ന് പറയുന്നത് ഈ ബലത്തിൽ ഇന്ത്യയുടെ വളരെ കരുത്തുറ്റ, വളരെ മുന്നേറ്റം നടത്തുന്ന പ്രധാനപ്പെട്ട റോക്കറ്റ് തന്നെയാണ്. 43.5 മീറ്റർ ഉയരവും 640 ടൺ ഭാരവുമായാണ് ഈ ബഹിരാകാശ റോക്കറ്റാണ് ഈ LVM-3 എന്ന് പറയുന്നത്. ഏറ്റവും ശക്തിയേറിയ റോക്കറ്റ് ആയതിനാൽ ബാഹുബലി എന്ന വിളിപ്പേര് നൽകിയതും അതുകൊണ്ട് തന്നെയാണ്. ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് 4200 കിലോഗ്രാം ഭാരവും ലോ എർത്ത് ഓർബിറ്റിലേക്ക് അതിൽ കൂടുതൽ ഭാരവും വഹിക്കാൻ LVM-3ക്ക് സാധിക്കും. കഴിഞ്ഞ 7 വിക്ഷേപണ ദൗത്യങ്ങളിലൂടെ 100% വിജയസാധ്യതയുള്ള റോക്കറ്റായി LVM-3 മാറിക്കഴിഞ്ഞിരുന്നു. അതായത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് 2023 ചന്ദ്രയാൻ 3 പേടക വിക്ഷേപണവും ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. വൻകിട വാണിജ്യ വിക്ഷേപണ രംഗത്തേക്കുള്ള ഇന്ത്യയുടെ ശക്തമായ കടന്നുവരവ് കൂടിയാണ് ഈ ഒരു വിക്ഷേപണം എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ദൗത്യം വിജയകരമായിരിക്കുന്നു എന്നുള്ള ഒരു അറിയിപ്പ് ഇപ്പോൾ ISROയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. അശ്വതി. ശരി മിഥുൻ, എന്തായാലും LVM-3 M6ന്റെ വിക്ഷേപണം വിജയകരമാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വളരെ ചരിത്രപരമായ ഒരു വിക്ഷേപണമാണ് അല്പസമയം മുമ്പ് നടന്നത്. നക്ഷത്ര के बेड़े में शामिल होने जा रहा है. 2-1-0. Both S200 motors ignited. LVM-3 M6 Bluebird Block 2 mission, a majestic liftoff. The rocket is beautifully searing through the bright Sriharikota sky. Plus 20 seconds. LVM-3 M6 रॉकेट का सफलतापूर्ण उत्थापन द्वितीय प्रमोचन मंच से और अपनी उद्दिष्ट कक्षा की ओर बढ़ चला है LVM-3 M6 रॉकेट. दोनों ठोस नोदक वाले S200 बूस्टर्स प्रज्वलित हैं. കൊച്ചി മേയർ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത ശക്തം. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന് മേയർ സ്ഥാനം നിഷേധിച്ച നടപടിക്കെതിരെ എറണാകുളം ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. KPCC മാനദണ്ഡങ്ങൾ പരിഗണിക്കാതെ നടത്തിയ പ്രഖ്യാപനം പിൻവലിക്കണമെന്നാണ് ആവശ്യം. KPCCക്ക് ദീപ്തി മേരി വർഗീസ് പരാതിയും നൽകിയിട്ടുണ്ട്. ചർച്ചയിലൂടെ ദീപ്തിയെ അനുനയിപ്പിക്കാനാണ് നീക്കമെങ്കിലും ദീപ്തി വഴങ്ങാൻ തയ്യാറായിട്ടില്ല. അതേസമയം ജില്ലാ പഞ്ചായത്തിലെ പദവികൾ സംബന്ധിച്ച ചർച്ചകൾക്കായി കോൺഗ്രസ് ജില്ലാ കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, ഗുഡ് മോർണിംഗ്. ഇതുവരെ കൊച്ചി മേയർ ആര് എന്ന ചോദ്യം ബാക്കി നിൽക്കുമ്പോഴൊക്കെ വലിയ രീതിയിൽ ചർച്ചകൾ നടന്നിരുന്നു. ഇപ്പോൾ പ്രഖ്യാപനമായപ്പോൾ അതിലുമേറെ പ്രശ്നമായിരിക്കുന്നു. ദീപ്തി മേരി വർഗീസ് പരാതിയുമായി മുന്നോട്ട് പോയിരിക്കുകയാണ്. എന്താണ് നിലവിലെ സാഹചര്യം? അശ്വതി, ഇന്നലെ തന്നെ ദീപ്തി മേരി വർഗീസ് KPCC മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടല്ല മേയർ സ്ഥാനാർത്ഥി തീരുമാനിച്ചതെന്നുള്ള പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം നമ്മളത് ആ വിഷയത്തെപ്പറ്റി DCC പ്രസിഡന്റ് ചോദിച്ചപ്പോൾ അത്തരം ഒരു പരാതിയെപ്പറ്റി അറിയില്ല എന്നാണ് പറഞ്ഞത്. അതേസമയം ദീപ്തി മേരി വർഗീസ് നിലപാടിൽ ഉറച്ചു തന്നെയാണ് എന്നുള്ളതാണ്. KPCC ജനറൽ സെക്രട്ടറിയാണ് ദീപ്തി മേരി വർഗീസ്. മാത്രമല്ല ഈ കഴിഞ്ഞ കുറേ കാലമായി സിറ്റിംഗ് കൗൺസിലറുമാണ്. ഈ സ്റ്റേഡിയം വാർഡിൽ തന്നെ സിറ്റിംഗ് കൗൺസിലറുമാണ്. മേയർ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച 3 വനിതകളും ജയിച്ചു വന്നതാണ് ഇവിടെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി എന്ന് വേണം പറയാൻ. ആദ്യഘട്ടം മുതൽ നമ്മൾ ഈ 3 സ്ഥാനാർത്ഥികളും ജയിച്ചു വന്നപ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് നിരന്തരം ചർച്ച ചെയ്തിരുന്നതുമാണ്. എന്നിരുന്നാലും ദീപ്തിക്ക് ഒരു മുൻതൂക്കം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവർ സംസ്ഥാനമായി ബന്ധപ്പെട്ട് വലിയ ഭാരവാഹിത്വങ്ങൾ വഹിക്കുന്ന സ്ത്രീയാണ്. അതുമാത്രമല്ല കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ലേഡിയാണ്. ഇതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ ഒരു മുഖമെന്ന തരത്തിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഒരു ലേഡിയാണ്. അത്തരത്തിലുള്ള നിരവധി പരിഗണനകൾ ദീപ്തി മേരി വർഗീസിനുണ്ടായിരുന്നു. അവരുടെ പ്രവർത്തന പാരമ്പര്യമൊക്കെ കണക്കിലെടുത്ത് ദീപ്തി മേരി വർഗീസിനുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ 3 പേരിലേക്കും ഏറ്റവും കൂടുതൽ മേയർ സ്ഥാനാർത്ഥിയായി അനുയോജ്യ എന്ന് പറയുന്നത് ദീപ്തി മേരി വർഗീസ് ആണെന്നൊരു വിലയിരുത്തലും ഉണ്ടായിരുന്നു. അതേസമയം തന്നെ VK മിനിമോൾ 2010 മുതൽ കൗൺസിലറാണ്. തുടർച്ചയായി കൗൺസിലറായി വന്നിരുന്ന ഒരാളാണ് 2010 മുതൽ. അതിനുശേഷം
അതുപോലെ ഷൈനി മാത്യു ആണ് മറ്റൊന്ന്. അവർ ഈ ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള കൗൺസിലറാണ്. അതേസമയം മിനിമോൾ മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ്. എന്നിരുന്നാലും പാർട്ടിയുടെ ഭാരവാഹിത്വം അനുസരിച്ചും അല്ലാതെയുള്ള പ്രവർത്തന പാരമ്പര്യം അനുസരിച്ചിട്ടും ദീപ്തി മേരി വർഗീസിനായിരുന്നു കുറച്ചുകൂടി മുൻഗണന എന്നുള്ള ഒരു കാര്യം വിലയിരുത്തിയിരുന്നു. അത് ദീപ്തി മേരി വർഗീസിനെ വെട്ടിക്കളയുന്ന തരത്തിലേക്ക് നീങ്ങി എന്നുള്ളതാണ്. അത് DCC നേതൃത്വം തന്നെ ദീപ്തി മേരി വർഗീസിനെ പരിഗണിച്ചില്ല എന്നുള്ള വലിയ പരാതിയാണ് നിലനിൽക്കുന്നത്. വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുമുണ്ട്. DCCയിൽ തന്നെ അതിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെയും ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാത്തിക്കോട് നാടൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അത്തരത്തിൽ ദീപ്തി അനുകൂലിച്ച് കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിസം നടപ്പിലാക്കുന്ന ഒരു രീതിയിലേക്ക്, അതായത് തങ്ങൾ സഹകരിക്കില്ല എന്ന് നിലപാടിൽ ഉറച്ചു തന്നെയാണ് DCCയിൽ പലരും ദീപ്തി മേരി വർഗീസിനെ മേയറാക്കിയാൽ എന്നുള്ള ഒരു നിലപാട് എടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഒരു ലേഡിയെ, അതായത് ആയിരിക്കും മേയർ എന്ന് തീരുമാനിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ ഏത് സാഹചര്യത്തിലാണ് അവരെ പെട്ടെന്ന് ഇല്ലാതായത്, അവരെ ഇറേസ് ചെയ്ത് കളഞ്ഞത് എന്നൊരു സാഹചര്യത്തിലേക്ക് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ് കോൺഗ്രസ് മേധാവിത്വം എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം സംസ്ഥാന ചർച്ചകളിലൊക്കെയും സംസ്ഥാന നേതാക്കളൊക്കെയും ദീപ്തി മേരി വർഗീസിന് മുൻതൂക്കം നൽകിയിരുന്നു. അവരെ പരിഗണിക്കണമെന്ന് തന്നെയാണ് KPCC നേതൃത്വം മുന്നോട്ട് വെച്ചിരുന്ന സജഷൻ എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ DCCയിൽ അത്തരം വിയോജിപ്പുകളുണ്ട്. DCCയിൽ പലർക്കും അത്തരം വിയോജിപ്പുകളുണ്ട്. ദീപ്തി മേരി വർഗീസ് മേയറായാൽ സഹകരിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ എന്തുകൊണ്ടാണ് ദീപ്തി മേരി വർഗീസിന് മേയർ സ്ഥാനം നിഷേധിച്ചത് എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് സാഹചര്യം ചോദിച്ചപ്പെടുകയാണ്. അതേസമയം തന്നെ മേയർ പദവി 2 ടൈമായിട്ട് വിഭജിക്കപ്പെടുകയാണ്. ഒരു ടൈം VK മിനിമോൾ നേരത്തെ പറഞ്ഞതുപോലെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് മിനിമോൾ. അതുപോലെ തന്നെ ഷൈനി മാത്യു ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വന്നിട്ടുള്ള കൗൺസിലറാണ്. ഇവർ രണ്ടുപേരും 2.5 വർഷം വീതം കൊച്ചി മേയറായി ഭരണം തുടരും. അതുപോലെ തന്നെയാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനവും ഇങ്ങനെ 2 ടൈമായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ദീപക് ജോയ്, 2ാം ഘട്ടത്തിൽ KVP കൃഷ്ണകുമാർ. ഇതും ഒരു സമുദായ സമവാക്യം ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള നീക്കമാണ് എന്നുള്ളതാണ്. അതേസമയം കോൺഗ്രസ് നേതൃത്വം DCC ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്, ഇത് എല്ലാവരെയും പരിഗണിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ടൈം വീതം മേയർ സ്ഥാനവും ഡെപ്യൂട്ടി മേയർ സ്ഥാനവും 2 ടൈം വീതം ആക്കിയതോടുകൂടി, അതായത് 4 പേർക്ക് പാർട്ടിയിൽ നിന്നും അവസരം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് DCC വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് എന്നുള്ളതാണ് ദീപ്തി മേരി വർഗീസ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അവർക്ക് നേരിട്ട അവർക്ക് എന്താണ് അതിൽ വ്യക്തമാക്കാനുള്ളത്, അവർക്ക് നേരിട്ട ഈ തരത്തിലുള്ള മനസ്സിലാക്കിയതനുസരിച്ച് ദീപ്തി മേരി വർഗീസിന്റെ ഒരു വേർഷൻ ഇതാണ്: അവർ മത്സരിക്കുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവിനോട് പലതവണ പറഞ്ഞതാണ്. അതേസമയം ജയിച്ചു കഴിഞ്ഞാൽ മേയർ ആക്കാമെന്ന ഒരു ഉറപ്പ് തനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദീപ്തി മേരി വർഗീസിനെ ഏത് രീതിയിൽ അനുനയിപ്പിക്കാനാകും ഇനി നേതൃത്വത്തിന്റെ ശ്രമം? പ്രഖ്യാപനം വന്നതുകൊണ്ട് തന്നെ അതിലൊരു മാറ്റം വരാൻ ഇനി സാധ്യതയുമില്ല. മാത്രമല്ല ശ്രുതി, കഴിഞ്ഞ ദിവസം ഇന്നലെ ആയിരുന്നു മേയർ സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ തീരുമാനമുണ്ടായത്. അതായത് കുറച്ച് ദിവസങ്ങളായി, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പക്ഷെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച ഘട്ടം മുതൽ കൊച്ചി മേയർ ആരായിരിക്കും, വനിതാ സംവരണമാണ് എന്നുള്ള ധാരണയല്ലാതെ ഈ 3 പേരിൽ ആരായിരിക്കും എന്നുള്ള ചർച്ചകൾ നടന്നിരുന്നു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, ഇതിൽ ആര് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ അപ്പോൾ ആലോചിച്ചാൽ മതിയല്ലോ എന്നാണ് അന്ന് DCC നേതൃത്വം അന്ന് വ്യക്തമാക്കിയിരുന്നത്. അങ്ങനെയാണ്. അതേസമയം ഇവർ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ലാതെ 3 സ്ഥാനാർത്ഥികളും, അതായത് മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്ന ദീപ്തി മേരി വർഗീസ്, VK മിനിമോൾ, അതുപോലെ ഷൈനി മാത്യു, ഈ 3 പേരും വിജയിച്ചു വന്നു എന്നുള്ളതാണ്. വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഈ 3 പേരും വിജയിച്ചു വന്നതും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ദീപ്തി മേരി വർഗീസിന്റെ പേര് ഇങ്ങനെ നിരന്തരം ചർച്ച ചെയ്യപ്പെട്ടത്. അത് അശ്വതി സൂചിപ്പിച്ചതുപോലെ ഒരു സാഹചര്യമുണ്ട്. പ്രതിപക്ഷ നേതാവിനോട് മത്സരിക്കുന്നില്ല എന്ന് ദീപ്തി മേരി വർഗീസ് അറിയിക്കുകയും അതുപോലെ അതേസമയം ജയിച്ചാൽ മേയറാക്കാം എന്നുള്ളൊരു വാഗ്ദാനവും നൽകിയിരുന്നു എന്നുള്ളത്. ആ വാഗ്ദാനം ലംഘിക്കപ്പെടുകയാണ് എന്നാണ് ദീപ്തി മേരി വർഗീസിന്റെ വേർഷൻ. അതേസമയം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനം നടത്തി DCC പ്രസിഡന്റ്. ഇതുമായി ബന്ധപ്പെട്ട ഇവർ 2 പേരും, അതായത് VK മിനിമോളും ഷൈനി മാത്യുവും ഇതുമായി ബന്ധപ്പെട്ട മേയർ സ്ഥാനാർത്ഥികളാകുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും വൈകുന്നേരം പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തോടും പ്രതികരിച്ചില്ല. അതേസമയം CK ജാനുവും
അൻവറും ഇവരുമായി കൂടിക്കാഴ്ച പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ഇന്നലെ പ്രതികരിച്ചത്. മേയർ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. DCC നോക്കിക്കോളും, അല്ലെങ്കിൽ DCC അത്തരം കാര്യങ്ങൾ പ്രതികരിക്കട്ടെ എന്നുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു എടുത്തത്. അത് ആ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ഇന്നലെ പ്രതികരിക്കേണ്ടത് ആ വിഷയത്തിലായിരുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. അതാണ് എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ മറ്റ് നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട്. ദീപ്തി മേരി വർഗീസിനെ പിന്തുണയ്ക്കുന്നവർ അവർക്കായി വാദിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും കോൺഗ്രസിന് ഈ ഒരു തീരുമാനം ഏത് രീതിയിൽ ബാധിക്കും, ഗുണം ചെയ്യില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മേയർ പ്രഖ്യാപനവും ഇന്നുണ്ടായേക്കും. VV രാജേഷോ R ശ്രീലേഖയോ എന്നതിലാണ് ആകാംക്ഷ തുടരുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൗൺസിലർമാരുമായി ചർച്ച നടത്തും. VV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. ആരാകും തിരുവനന്തപുരം മേയർ എന്ന് ഇന്ന് അറിയാം എന്നാണോ മനസ്സിലാക്കേണ്ടത്? അശ്വതി, അവസാന മണിക്കൂറുകളിലും BJPയുടെ തിരുവനന്തപുരത്തെ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികൾ ആര്, അല്ലെങ്കിൽ മേയർ ഡെപ്യൂട്ടി മേയറും ആരാകും, തലസ്ഥാനത്തിന്റെ ആദ്യമായി ഭരണം കിട്ടാൻ പോകുന്ന BJP ഭരണം പിടിച്ച തലസ്ഥാനത്ത് ആരാകും BJPയുടെ ചരിത്രം രചിക്കുന്ന, തീർച്ചയായും BJP ഇവിടെ അധികാരത്തിലേക്ക് എത്തുമ്പോൾ ചരിത്രം തന്നെയാണ്. ആ ചരിത്രം സൃഷ്ടിക്കുന്ന അവസരത്തിൽ അവരുടെ കൗൺസിൽ നയിക്കാൻ പോകുന്ന ആര് എന്ന കാര്യത്തിൽ ഇനിയും സസ്പെൻസ് തുടരുകയാണ്. BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം ഇതിൽ വളരെ നിർണായകമാകുമെന്നാണ് മനസ്സിലാകുന്നത്. ഇന്നലെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിലായിരുന്നു. കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. സ്വാഭാവികമായും സംസ്ഥാനത്ത് നിന്ന് പ്രസിഡന്റ് തന്നെ രണ്ട് പേരുകൾ മുന്നോട്ട് വയ്ക്കും. ഏറ്റവും പ്രധാനം മേയർ ആരെന്നതിനെ ചൊല്ലിയാണ്. ആ പേരുകൾ കേന്ദ്ര നേതൃത്വം അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം അറിയിക്കുകയോ ചെയ്യും. അതിനനുസരിച്ച് മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ചേർന്ന BJPയുടെ സംസ്ഥാന ഭാരവാഹി നേതൃയോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിരുന്നില്ല. തലസ്ഥാനത്തെ പല നേതാക്കളും ഇതിലൊരു അജ്ഞരാണെന്നതും പ്രധാനമാണ്. രണ്ട് പേരുകൾ തന്നെയാണ് അശ്വതി ഇപ്പോൾ പറഞ്ഞതുപോലെ, രണ്ട് പ്രധാനപ്പെട്ട പേരുകൾ തന്നെയാണ് ചർച്ചയിലുള്ളത്. ഒന്ന് VV രാജേഷ്. BJPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. കഴിഞ്ഞ തവണ പൂജപ്പുരയിൽ വിജയിച്ചിരുന്നു. ഇത്തവണ കൊടുങ്ങാനൂരിൽ നിന്നും വിജയിച്ചു വന്നു. രാജേഷിനെ മേയർ ആക്കണമെന്ന ആവശ്യം പാർട്ടിയിലും RSS തലപ്പത്തുമൊക്കെ ശക്തമാണ്. കാരണം അതിശക്തമായ പ്രതിപക്ഷത്തെയാണ് ഇത്തവണ നേരിടേണ്ടി വരുന്നത്. അത് ഒരു പ്രതിപക്ഷമാകില്ല. രണ്ട് പാർട്ടികളുടെയും രണ്ട് മുന്നണികളുടെയും ശക്തരായ നേതാക്കൾ കൗൺസിലുണ്ട്. CPM-നാകട്ടെ പാർലമെന്ററി പാർട്ടി നേതാവായി അവർ തീരുമാനിച്ചത് SP ദീപകിനെയാണ്. SP ദീപക് ജില്ലാ കമ്മിറ്റി അംഗമാണ്. വളരെ വലിയ പരിചയസമ്പന്നനായ CPM നേതാവാണ്. അപ്പുറത്തും മഞ്ജൂർ P ബാബു അടക്കമുള്ള മറ്റു നേതാക്കളും RP ശിവജിയെ പോലുള്ള നേതാക്കളുമൊക്കെ LDFന്റെ നേതൃനിരയിൽ ഉണ്ടാകും. LDFന്റെ ബെഞ്ചുകളിൽ ഉണ്ടാകും. രാഗി രവികുമാർ CPM ഇടതുമുന്നണി ഡെപ്യൂട്ടി മേയറായി മത്സരിക്കുന്ന രാഗി രവികുമാർ, ഇത്തവണ മുൻ ഡെപ്യൂട്ടി മേയർ കൂടിയ രാഗി രവികുമാറുണ്ട്. അങ്ങനെ അതിശക്തരായ ഒരു പ്രതിപക്ഷ നിരയെ, കോൺഗ്രസിനും സമാനമായി പ്രധാനപ്പെട്ട ശബരിനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. ശക്തരായ ഒരു പ്രതിപക്ഷ നിരയെ നേരിടേണ്ടി വരും മേയർ ആരായാലും. അതുകൊണ്ട് തന്നെ സമ്പത്തുള്ള ആളുകൾ വേണം. അവിടെയാണ് VV രാജേഷ് എന്ന BJPയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പേര്. നേരത്തെ അദ്ദേഹം BJPയുടെ ജില്ലാ അധ്യക്ഷനുമൊക്കെ ആയിരുന്നു. ആ പേരിൽ സജീവ പരിഗണനയുള്ളത്. കൗൺസിലിൻ്റെ പരിചയമാണ് പരിഗണിക്കുന്നതെങ്കിൽ കരമനാജ് തുടർച്ചയായി 3 തവണ വിജയിച്ചു വന്നയാളാണ്. MR ഗോപനുണ്ട്, ഗിരിയുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് തലസ്ഥാന നഗരത്തിൽ മുൻ IPS ഉദ്യോഗസ്ഥ, അതൊരു പുതുമയായിരിക്കും. ഒരുപക്ഷെ ദേശീയതലത്തിൽ തന്നെ അത് ചർച്ചയാകാൻ പോകുന്ന, വാർത്തയാകാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ R ശ്രീലേഖയെ മേയറാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഒരു ഉറപ്പ്, ഒരു വാഗ്ദാനം നൽകിയാണ് ശ്രീലേഖയെ BJPയുടെ കേന്ദ്ര നേതൃത്വം മത്സരിക്കാൻ സന്നദ്ധയാക്കിയെന്ന് കൂടി വിവരമുണ്ട്. അതായത് അവർ മത്സരിച്ച് ജയിച്ചു വന്നാൽ അവരെ മേയറാക്കാമെന്ന് അമിത്ഷാ അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ അവർക്ക് ഉറപ്പ് നൽകിയിരുന്നു. അങ്ങനെയെങ്കിൽ ആ വാഗ്ദാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ BJP കഴിയില്ല. എങ്കിൽ ശ്രീലേഖ തന്നെ മേയറായി വന്നേക്കാം. അവിടെ ഒരു പ്രശ്നമുള്ളത്, മേയർ വനിതയായാൽ ഡെപ്യൂട്ടി മേയർ വനിതാ സംവരണമാണ്. രണ്ടും വനിതയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനും BJP തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും പ്രധാന പേര് VV രാജേഷ്, അതിനൊപ്പം തന്നെയുള്ള പേര് R ശ്രീലേഖ. ഇതിനപ്പുറത്തേക്ക് സസ്പെൻസ് പേര് വന്നാലും അത്ഭുതപ്പെടാനില്ല. കാരണം BJPയുടെ പല നീക്കങ്ങളും അങ്ങനെയാണ്. BJPയുടെ ദേശീയ പ്രസിഡന്റ് പ്രഖ്യാപിച്ചതുപോലും ആ രീതിയിലാണ്. സംസ്ഥാനത്ത് BJPയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വന്നതും അത്തരമൊരു സസ്പെൻസിലൂടെയാണ്. സസ്പെൻസ് തീരുമാനങ്ങളും ഉണ്ടായേക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന രണ്ട് പ്രധാന പേരുകൾ അത് VV രാജേഷും R ശ്രീലേഖയും തന്നെയാണ്. മറ്റന്നാൾ രാവിലെയാണ് മേയർ തെരഞ്ഞെടുപ്പ്. ഉച്ചയ്ക്ക് ശേഷം ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പും നടക്കും. CPM ഇതിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുന്നയ്ക്കാമുകൾ കൗൺസിലറായ RP ശിവജി CPMന്റെ സ്ഥാനാർത്ഥിയായി മേയർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. കോൺഗ്രസും ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഏതായാലും മത്സരം ഉറപ്പാണ്. പക്ഷേ BJPക്ക് അനായാസം ജയിച്ചു വരാവുന്ന വലിയ ഒരു ഭൂരിപക്ഷം
അത് കേവല ഭൂരിപക്ഷം എന്ന സാങ്കേതിക കണക്കുകളിൽ പോലും 50 കൗൺസിലർമാരുടെ പിന്തുണ BJPക്കുണ്ട്. അവർ തന്നെ ഇത്തവണ മേയർ സ്ഥാനത്തേക്ക് വരുമെന്ന് ഉറപ്പാണ്. മറ്റന്നാളാണ് മേയർ തെരഞ്ഞെടുപ്പ്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി വിലയിരുത്താൻ CPM കൊല്ലം ജില്ലാ യോഗം ഇന്ന് ചേരും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിലാണ് യോഗം. ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയിരുന്നു. തുടർച്ചയായി ഭരിച്ചിരുന്ന കൊല്ലം കോർപ്പറേഷൻ നഷ്ടപ്പെട്ടതും കരുനാഗപ്പള്ളി നഗരസഭ നഷ്ടപ്പെട്ടതും CPMന് വലിയ തിരിച്ചടിയായിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പാളിച്ചകൾ ഉണ്ടായി എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടക്കും. തൊടുപുഴയിൽ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പോസ്റ്റർ. ലിറ്റി ജോസഫിനെ നഗരസഭാ അധ്യക്ഷ ആക്കാനുള്ള നീക്കത്തിനെതിരെയാണ് കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. റബ്ബർ സ്റ്റാമ്പ് ചെയർപേഴ്സൺ തൊടുപുഴയ്ക്ക് വേണ്ട എന്നാണ് പോസ്റ്ററിലെ ഉള്ളടക്കം. PA സാഗറാണ് വിവരങ്ങളുമായി ചേരുന്നത്. സാഗർ, എന്താണ് തൊടുപുഴയിലെ പ്രശ്നം? അശ്വതി, വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി UDF തൊടുപുഴയിൽ അധികാരത്തിൽ വരുമെന്നാണ് കരുതുന്നതെങ്കിലും ഇപ്പോൾ നഗരസഭ അധ്യക്ഷ സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള ചരടുവലി ആരംഭിച്ചു കഴിഞ്ഞു. തൊടുപുഴ നഗരസഭയിലെ 28ാം വാർഡിലെ പ്രതിനിധിയായി വിജയിച്ച ലിറ്റി ജോസഫിനെ ചെയർപേഴ്സൺ ആക്കണമെന്നാണ് കോൺഗ്രസ് കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യം. എന്നാൽ KPCC സെക്രട്ടറി നിഷ സോമനെ ചെയർപേഴ്സൺ ആക്കണമെന്ന് മറ്റൊരു വിഭാഗവും ആവശ്യപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ തീരുമാനമാകാതെ കോൺഗ്രസ് നേതൃത്വം കിടന്ന് ഉലയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ജില്ലാ നേതാക്കന്മാർ ഉൾപ്പെടെ ഈ നിഷ സോമനെ KPCC സെക്രട്ടറി ആയ നിഷ സോമനെ ചെയർപേഴ്സൺ ആക്കണമെന്ന ആവശ്യത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ മറ്റൊരു വിഭാഗം മറ്റൊരു കൗൺസിലറായ ലിറ്റി ജോസഫിനെ ചെയർപേഴ്സൺ ആക്കണമെന്നും വാദിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. ഇതിനിടയിലാണ് തൊടുപുഴ നഗരത്തിൽ പലയിടത്തും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഈ റബ്ബർ സ്റ്റാമ്പ് ചെയർപേഴ്സണെ വേണ്ട എന്ന രീതിയിലാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ബ്ലോക്ക് പ്രസിഡന്റിനെ മാറ്റി കോൺഗ്രസിനെ രക്ഷിക്കണമെന്നും പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നുണ്ട്. നാളെ കഴിഞ്ഞ് നടക്കുന്ന ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിലേക്ക് ഇതുവരെയും കോൺഗ്രസ് നേതൃത്വം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർമാർ, തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് കൗൺസിലർമാരുടെ ഭൂരിപക്ഷ അഭിപ്രായം 28ാം വാർഡിൽ നിന്നും വിജയിച്ച ലിറ്റി ജോസഫിനെ ചെയർപേഴ്സൺ ആക്കണമെന്നാണ്. അതേസമയം നിഷ സോമനെ ചെയർപേഴ്സൺ ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരും ഇതുവരെ ജില്ലാ നേതൃത്വത്തെ സമീപിച്ചിട്ടില്ലെന്നാണ് നേതാക്കൾ പറയുന്നത്. എന്തായാലും ഇന്നും നാളെയും ചർച്ചകൾ തുടരുമെന്നാണ് അറിയുന്നത്. കുറച്ച് ദിവസങ്ങൾ 1-2 ദിവസങ്ങൾ മാത്രമാണ് ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കാൻ നിലനിൽക്കുന്നത് എന്നിരിക്കെ ഇതുവരെയും തൊടുപുഴയിൽ ഒരു തീരുമാനത്തിലെത്താത്തത് കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരെ ഉൾപ്പെടെ നിരാശയിലാക്കുന്നുണ്ട്. എന്തായാലും പോസ്റ്ററുകൾ വന്ന സാഹചര്യത്തിൽ നേതാക്കന്മാർ ഉടൻ തന്നെ ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അശ്വതി. ശരി സാഗർ. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സന്ദേശയാത്രയിൽ പാണക്കാട് തങ്ങൾമാർ പങ്കെടുക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ രാഷ്ട്രീയക്കാർ ആരും മതത്തിൽ ഇടപെടേണ്ടതില്ലെന്ന് വിമർശിച്ച് തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ. സമസ്തയെ തങ്ങളുടെ കീശയിൽ ഒതുക്കാമെന്ന ആരും ഒരു രാഷ്ട്രീയക്കാരും കരുതേണ്ടതില്ലെന്നും സമസ്ത ഒരു രാഷ്ട്രീയത്തിലും ഇടപെടാൻ പോയിട്ടില്ലെന്നും കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു. 100 കൊല്ലമായി ഒഴുകുന്ന ഒരു വലിയ നദിയാണിത്. 100 കൊല്ലമായി ഒഴുകുന്ന നദി ഇനിയും നൂറ്റാണ്ടുകളായി ഒഴുകിക്കൊണ്ടേയിരിക്കേണ്ട നദിയാണ്. ഈ ഒഴുക്കിലേക്ക് കൂടുതൽ ജലാശയങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും ഓരോ കാലഘട്ടത്തിലും. ഇത് അള്ളാഹുവിന്റെ സംരക്ഷണമുള്ള പ്രസ്ഥാനമാണ്. ഈ ഒഴുക്ക് അള്ളാഹുവിൻ്റെതാണ്, ശക്തി കൊണ്ടുള്ളതാണ്. അതുകൊണ്ട് രാഷ്ട്രീയക്കാരോ ഭരണകൂടങ്ങളോ ഭരണാധികാരികളോ ഇത് തൻ്റെ കീശയിൽ ഒതുക്കാം എന്ന് വ്യാമോഹിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, രാഷ്ട്രീയക്കാരും മതത്തിൽ ഇടപെടേണ്ടതില്ല. മതത്തിലുള്ള ആരും രാഷ്ട്രീയത്തിലും ഇടപെടില്ല. അർത്ഥവത്തായ പദമാണത്. മതം ഒരു രാഷ്ട്രീയത്തിലും ഇടപെടാൻ പോയിട്ടില്ല, സമസ്തയും പോയിട്ടില്ല. എന്നാൽ മതത്തിൽ രാഷ്ട്രീയക്കാർ ഇടപെട്ട അനുഭവങ്ങൾ ധാരാളമുണ്ട്. സമസ്തയെ സംബന്ധിച്ചോളം രാഷ്ട്രീയമല്ല, രാഷ്ട്രീയം അതിൻ്റെ മേഖലയല്ല. രാഷ്ട്രീയ പാർട്ടിക്കാർ അവരവരുടെ പണിയെടുത്തുകൊണ്ട് അവർ നടന്നോട്ട്. സമസ്തയിലെ അംഗങ്ങൾക്കൊക്കെ ഏത് രാഷ്ട്രീയത്തിലും പോകാം, ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത എല്ലാ രാഷ്ട്രീയത്തിലും പോകാം. ഇതാണ് പ്രഖ്യാപിത നയം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു നിലയ്ക്ക് തന്നെയാണ് ഇവിടെ കേരളത്തിൽ സമസ്ത കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. അതിനൊരു വിലക്കും ഇല്ല. ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ അതിൻ്റെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ഇവിടുത്തെ പൗരന്മാർക്കുണ്ട്. അത് അവർ നിർവഹിച്ചു കൊള്ളട്ടെ, അത് നമ്മൾ ഇടപെടാറില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരോട് പറയാനുള്ളത്,
ഈ സമസ്തയുടെ അല്ലെങ്കിൽ മതമേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ നിങ്ങളും ഇടപെടരുത്. ആരൊക്കെ ചേർക്കണം, ആരൊക്കെ ആക്കണം എന്നുള്ള നിയമങ്ങളൊന്നും നമ്മളോട് പറയരുത്. അത് സമസ്ത ചെയ്യും. സമസ്തക്ക് അതിനറിയാം. സമസ്തക്ക് യോഗ്യരായ പ്രവർത്തകർ. CV അനുമോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ജിഫ്രി മുത്തുക്കോയ് തങ്ങൾ പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. വ്യക്തമാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. അതേസമയം ഇപ്പോൾ കുറുക്കോളി മൊയ്തീന്റെ ഈ വാക്കുകളിൽ നിന്ന് എന്താണ് വായിച്ചെടുക്കേണ്ടത്? നമ്മൾ ആദ്യം കേട്ടത് തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ്റെ സമസ്തയുടെ ഈ ജാഥയിലെ പ്രസംഗവും, രണ്ടാമത് കേട്ടത് മുക്കം ഉമർ ഫൈസിയുടെ പ്രസംഗവുമാണ്. നമുക്കറിയാം, ഈ ഒരു സമസ്ത ലീഗ് ഒരു മഞ്ഞുരുക്കം നടക്കാത്ത സാഹചര്യത്തിലാണ് സമസ്തയുടെ ജാഥ തിരുവനന്തപുരത്ത് തുടങ്ങുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ളവർ അതിൽ പങ്കെടുക്കാതെ മാറിയെന്നത് വലിയ തോതിൽ ചർച്ചയായിരുന്നു, വിവാദമായിരുന്നു. ഇന്നലെ ഈ ജാഥ തിരൂരിലെത്തിയപ്പോഴാണ് കുറുക്കോളി മൊയ്തീൻ MLA അതിൽ പങ്കെടുക്കുകയും നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ പറയുകയും ചെയ്തത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, സമസ്തയും ലീഗുമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഒരു വിഭാഗം, സമസ്തയിലെ ഒരു വിഭാഗം ലീഗിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടേയിരിക്കുന്ന സാഹചര്യമുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് തിരൂരിലെ MLA ആയ കുറുക്കോളി മൊയ്തീൻ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് അഭിപ്രായം പറയുന്നത് എന്നുള്ളത്. അത് പരോക്ഷമായിട്ട് ഈ ലീഗ് വിരുദ്ധർക്ക് ലീഗിനെതിരെ ഉപയോഗിക്കാവുന്ന ഒരു ആയുധമായി മാറിയിരിക്കുകയാണ് കുറുക്കോളി മൊയ്തീൻ്റെ വാക്കുകൾ. അതായത് മതവും രാഷ്ട്രീയവും രണ്ടാണെന്നും ഈ സമസ്തയെ നിയന്ത്രിക്കാൻ രാഷ്ട്രീയക്കാർ വരേണ്ടതില്ല എന്നുള്ള ഒരു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വാഭാവികമായിട്ടും ലീഗിനെ ഉദ്ദേശിച്ചാണെന്ന തരത്തിൽ തന്നെയാണ് പ്രചരിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലാണ് ആ വിഷയത്തിൽ അഭിപ്രായങ്ങൾ ഉയരുന്നത്. ഇത് സംബന്ധിച്ച് കുറുക്കോളി മൊയ്തീൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം നേരത്തെയും സമസ്തയുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളിൽ സജീവമായ ഒരു പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹം കഴിഞ്ഞ തവണയാണ് ആദ്യമായിട്ട് MLA ആയത്. അതിനു മുമ്പ് അദ്ദേഹം സമസ്തയുടെയും മറ്റ് ഈ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ഭാഗമായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ലീഗിനെതിരെ പരോക്ഷ വിമർശനമാണെന്ന തരത്തിലാണ് ഇപ്പോൾ ഈ സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ മുക്കം ഉമർ ഫൈസിയുടെ വാക്കുകളോട് ചേർത്താണ് അദ്ദേഹത്തിന് ആ വാക്കുകൾ പ്രചരിപ്പിക്കപ്പെടുന്നത്. മുക്കം ഉമർ ഫൈസി നേരത്തെ പറഞ്ഞത് നമ്മൾ കേട്ട് കഴിഞ്ഞു. അവിടെയും പറയുന്നത് രാഷ്ട്രീയക്കാർ ഇതിൽ ഇടപെടേണ്ടതില്ല, സമസ്തയിലെ പ്രവർത്തകർക്ക് ഏത് രാഷ്ട്രീയം വേണമെങ്കിലും സ്വീകരിക്കാം. അതായത് പരോക്ഷമായി പറയുന്നത് ലീഗിൻ്റെ ഒരു പോഷക സംഘടനയുടെ സമസ്തയെ കാണേണ്ടതില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ് ഈ വാക്കുകളൊക്കെ തന്നെ. ഇന്നിപ്പോൾ സമസ്തയുടെ ഈ ജാഥ മലപ്പുറത്ത് എത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ളവർ അതിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. ഒരുപക്ഷെ നേരത്തെ ഉണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ ജാഥയിൽ പങ്കെടുക്കുന്നതും സ്വീകരണത്തിൽ പങ്കെടുക്കുന്നതും അദ്ദേഹത്തിന് പ്രസംഗിക്കുന്നതും എന്താകും എന്നുള്ളത് വലിയ ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഒരുപക്ഷെ അദ്ദേഹം ഈ വിമർശനങ്ങൾക്കുള്ള മറുപടി പറയാൻ ഈ വേദി ഉപയോഗിക്കുമ്പോൾ അത് സമസ്തയ്ക്കൊപ്പം നിലകൊള്ളുന്നുവെന്ന സാധാരണഗതിയിൽ പറയാറുള്ള കാര്യങ്ങളാകും ആവർത്തിക്കുക എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. എന്താണെങ്കിലും സമസ്തയും ലീഗും തമ്മിലുള്ള വിഷയങ്ങൾ അത് മഞ്ഞുരുക്കം നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും മഞ്ഞുരുകാതെ തന്നെ കിടക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ജാഥയിലെ ഉടനീളം ഉണ്ടാകുന്ന സംഭവവികാസങ്ങളും പ്രസംഗങ്ങളും. CV അനുമോദാണ് വിവരങ്ങൾ. വാളയാറിൽ ആൾക്കൂട്ട കൊലപാതകത്തിൽ റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ SIT കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. കൊലപാതകത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടന്നവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സുപ്രധാന നീക്കവുമായി SIT 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളായ KP ശങ്കരദാസ്, N വിജയകുമാർ എന്നിവരോട് ഹാജരാകാൻ ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകി. ഡിസംബർ 26 ഹാജരാകാനാണ് നോട്ടീസ്. ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെയാണ് SIT നീക്കം. ഇത് മുന്നിൽ കണ്ട ബോർഡ് അംഗങ്ങൾ മുൻകൂർ ജാമ്യാപേക്ഷയും സമർപ്പിച്ചു. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, ഈ ഉന്നതരിലേക്ക് എത്തുന്നില്ല എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു SITക്കെതിരെ. ഹൈക്കോടതി അടക്കം അതിൽ വിമർശനം ഉന്നയിച്ചിരുന്നു മെല്ലെപ്പോക്കിനെ ചൊല്ലി. ഇപ്പോൾ കൂടുതൽ ഊർജ്ജത്തോടെ മുന്നോട്ട് പോവുകയാണ് SIT. അത്തരത്തിൽ തന്നെ നോക്കിക്കാണേണ്ടി വരും. കാരണം ഈ ഒരു ഹൈക്കോടതിയുടെ വിമർശനം വന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ 2019 ബോർഡംഗങ്ങളെ മൊഴിയെടുക്കാൻ വേണ്ടി, അതായത് ഹാജരാകാൻ വേണ്ടി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഈ കൂടുതൽ, അതായത് ഇപ്പോൾ നോട്ടീസ് നൽകിയെങ്കിലും അറസ്റ്റിലേക്ക് അടക്കം കടക്കാനുള്ളൊരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇവർക്കും ഇതിൽ പങ്കുണ്ട് എന്ന് ഹൈക്കോടതി അടക്കം കണ്ടെത്തിയത്. അത്തരത്തിൽ ഒരു അന്വേഷണത്തിൻ്റെ പരിധിയിൽ അവരും വരണ്ടേ എന്ന കൃത്യമായ ചോദ്യമുണ്ടായിരുന്നു. അതിനൊക്കെ മറുപടി നൽകാൻ, ഈ ഒരു ഹൈക്കോടതിയുടെ വിമർശനത്തിനെല്ലാം മറുപടി നൽകാൻ എന്ന തരത്തിലാണ് ഇപ്പോൾ
ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. മാത്രമല്ല കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നു. അതായത് ഈ ഒരു പഞ്ചലോക വിഗ്രഹം അടക്കം ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടെന്ന് എന്ന വെളിപ്പെടുത്തലുകൾ വരുന്നു. അതുമായി ബന്ധപ്പെട്ട പുതിയ പേരുകൾ വരുന്നു. അന്താരാഷ്ട്ര ഈ പുരാവസ്തു തട്ടിപ്പ് സംഘവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ശബരിമലയിലെ പല സാധനങ്ങളും, അതായത് പഞ്ചലോക വിഗ്രഹം അടക്കം കൊണ്ടുപോയിട്ടുണ്ട്, ഇവിടുന്ന് കൊള്ള ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു 2019 ബോർഡംഗങ്ങളിലേക്കെങ്കിലും എത്തിയില്ല എങ്കിൽ അത് കൂടുതൽ വിമർശനങ്ങൾക്കും ഹൈക്കോടതിയുടെ നടപടിയിലേക്ക് കടുത്ത നടപടിയിലേക്ക് അടക്കം കടക്കാനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല ഇതിനൊപ്പം തന്നെ പ്രതിപക്ഷവും ഇതേ വിമർശനം ഉയർത്തിയിരുന്നു. ഹൈക്കോടതിയുടെ വിമർശനത്തിനൊപ്പം തന്നെ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം അടക്കം പ്രതിപക്ഷ നേതാവ് വിമർശിച്ചതുപോലെ തന്നെ ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മുതിർന്ന 2 IPS ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. അതായത് ഉന്നതരിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നു. ഇനിയും ആ സമ്മർദ്ദം ചെലുത്തുന്നത് തുടരുകയാണെങ്കിൽ പേര് വിവരങ്ങളടക്കം പുറത്തുവിടും എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് അടക്കം പ്രതികരിച്ചത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു സമ്മർദ്ദത്തിലല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, അതായത് കൂടുതൽ ഊർജ്ജസ്വലമായി കൂടുതൽ അന്വേഷണ പരിധി വ്യാപിപ്പിച്ചുകൊണ്ട് ഇതിൽ കൂടുതൽ അറസ്റ്റിലേക്കും ചോദ്യം ചെയ്യാനടക്കം കൂടുതൽ വിവരങ്ങൾ സ്വരൂപിക്കാനുള്ള തരത്തിലേക്ക് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത് ഒരു ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണത്തിലാണെങ്കിൽ പോലും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അതൊരു ഉദാസീനത ഈ ഒരു അന്വേഷണത്തിൽ കാണിച്ചു എന്നത് ഹൈക്കോടതിയും മാത്രമല്ല എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ അത്തരത്തിൽ തന്നെയായിരുന്നു. കാരണം ആ സമയത്ത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കാത്ത രീതിയിലേക്ക് അന്വേഷണം കുറച്ചു കാലത്തേക്കെങ്കിലും നിർത്തിവെക്കുന്ന തരത്തിലേക്കായിരുന്നു കാര്യങ്ങൾ എത്തിയിരുന്നത്. പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നൊരു ഭയം കൊണ്ടായിരുന്നു എന്നായിരുന്നു പ്രതിപക്ഷത്തിനടക്കം വിമർശനം. ഇപ്പോൾ അതെല്ലാം മറികടന്നുകൊണ്ട് 2019 ബോർഡംഗങ്ങളെ അടക്കം ഈ ഒരു അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുന്നു. മാത്രമല്ല ഇനി കൂടുതൽ, അതായത് മുൻ ബോർഡ് പ്രസിഡന്റിന്റെ പ്രശാന്തിനെ അടക്കം ചോദ്യം ചെയ്യാൻ, അതായത് മൊഴി രേഖപ്പെടുത്താനടക്കം വിളിപ്പിക്കുമെന്നടക്കമുള്ള സൂചനകളുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഡിമണിയുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം, അതിൽ സ്ഥിരീകരണം SITന്റെ ഭാഗത്ത് നിന്ന് വരേണ്ടതുണ്ട്. മാത്രമല്ല ഇത് എത്രത്തോളം ഈ 4 പഞ്ചലോക വിഗ്രഹം മാത്രമാണോ ഇവിടെ നിന്ന് കടത്തിയത്, കൂടുതൽ വസ്തുക്കൾ കൊണ്ടുപോയിട്ടുണ്ടോ, ഇതൊരു ശബരിമലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു കൊള്ളയാണോ എന്നടക്കമുള്ള വലിയ ചോദ്യങ്ങൾ ഇനിയും അവശേഷിക്കുകയാണ്. അത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിക്കൊണ്ടാണ് ഇപ്പോൾ SIT അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത്. അശ്വതി. ശരി സാറേ. മലപ്പുറത്ത് വിവിധയിടങ്ങളിൽ ഭൂമി കുലുങ്ങിയതായി വിവരം. രാത്രി 12:30യോടെയാണ് വലിയ ശബ്ദവും സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന കുലുക്കവും അനുഭവപ്പെട്ടത്. കോട്ടക്കൽ, വേങ്ങര, ഇരിങ്ങല്ലൂർ, ഊരകം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കുലുക്കം അനുഭവപ്പെട്ടത്. ഭൂമി കുലുക്കമാണെന്ന് പറയാനാകില്ലെന്നും തീവ്രത കുറഞ്ഞ പ്രകമ്പനം മാത്രമാണ് ഉണ്ടായതെന്നുമാണ് അധികൃതർ പറയുന്നത്. പിന്നെ ഇവിടെ കുലുങ്ങിയേക്കുന്നുണ്ട്. അസൈൻയത്തിൻ്റെ വീട് പൊട്ടൊക്കെ സംഭവിച്ചുകൊണ്ടിടാം വന്നാണത്. ഇന്നലെ രാത്രി ഒരു 11 മണിക്ക് ശേഷം 11:10 ഉണ്ടാവില്ലേ, 11:10 നല്ലൊരു ശബ്ദവും ചെറിയൊരു വൈബ്രേഷനും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വിചാരിച്ച് പിന്നെ ഈ ഇലക്ഷൻ്റെ പൊട്ടൊക്കെ നടക്കുന്നതല്ലോ അതാണെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ടെറസുമ്മക്ക് തേങ്ങ വീണതാണോ അങ്ങനെ സംശയം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഈ ഭൂമി കുലുക്കൊന്നും പ്രതീക്ഷിക്കണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ചിന്തിച്ചില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മീഡിയകളിലെല്ലാം ഇതെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു വാർത്ത വന്നത്. അത് ആദ്യത്തെ ഒരു അനുഭവമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഭയങ്കര ഷോക്കായി പോയി. പിന്നെ ചില സ്ഥലത്തൊക്കെ വിള്ളലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൊരു വാർത്ത നേരം വെളുത്തതിന് ശേഷം വന്നിട്ടുണ്ട്. 2 സെക്കൻഡ് 3 സെക്കൻഡൊക്കെ ഫീൽ ചെയ്തിട്ടുള്ളൂ. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയല്ലേ അധികൃതർ പറയുന്നത്? അശ്വതി, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് റവന്യൂ അധികൃതരെയും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിച്ചിരുന്നു. അവരൊക്കെ തന്നെ പറയുന്നത് ഭൂമി കുലുക്കം ഉണ്ടായിട്ടില്ല, അത്തരത്തിൽ യാതൊരു ആശങ്കയും വേണ്ടതില്ല എന്നുള്ളതാണ്. ഭൂപ്രകമ്പനം എന്ന തരത്തിൽ തന്നെയാണ് പറയുന്നത്. ഒരുപക്ഷെ ചെറിയ തോതിൽ എന്തെങ്കിലും ശബ്ദമോ പ്രകമ്പനമോ ഉണ്ടായതാകാം എന്നാണ് പറയുന്നത്. വേറിട്ട സംഭവങ്ങൾ, അതായത് വലിയ ആശങ്കയുണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ എവിടെയും ഉണ്ടായിട്ടില്ല. മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ, വേങ്ങരയിലെ പറപ്പൂര്, കുഴിപ്പുറം, വേങ്ങര, പുതുപ്പറമ്പ്, കോഴിച്ചന, ഊരകം, മാട്ടീരി, മറ്റത്തൂർ,
ക്ലാരി സൗത്ത്, മുച്ചികൾ തുടങ്ങിയ സ്വാഗതമഠം തുടങ്ങിയ മേഖലകളിലാണ് ഇന്നലെ രാത്രി 11:30 ഈ ഒരു പ്രകമ്പനം, അതേപോലെ ചെറിയൊരു വിറയലും അനുഭവപ്പെട്ടത്. ഇതിൽ മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോഴും പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം തന്നെയാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് മുൻപ് കഴിഞ്ഞ 2 വർഷം മുൻപ് നിലമ്പൂർ പോത്തുകല്ലിലും സമാനമായ രീതിയിൽ ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദം കേട്ടതായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. അന്ന് ആളുകളൊക്കെ വലിയ ആശങ്കപ്പെടുകയും ചെയ്തു. അന്ന് ഭൂമിക്കടിയിൽ നിന്ന് ഈ കല്ലുകൾ, വലിയ പാറക്കല്ലുകളൊക്കെ തെന്നി മാറുന്നതിനെ തുടർന്നാണ് ഈ ശബ്ദവും പ്രകമ്പനവും ഉണ്ടായതെന്നാണ് അന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ പഠനം നടത്തി കണ്ടെത്തിയത്. സമാനമായ ഇതിൽ തന്നെ ഒരു സാഹചര്യമാണ് ഇവിടെയും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ മറ്റ് പേടിക്കേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ലെന്ന്, ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ലെന്നുമാണ് ഇതുവരേക്കും അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ജനങ്ങളുടെ ആശങ്ക ആദ്യമായിട്ട് അപ്രതീക്ഷിതമായിട്ട് ഇത്തരമൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് വലിയ തോതിൽ തന്നെ ഈ ഒരു മേഖലയിൽ ഉണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതായിട്ട് ഒന്നും തന്നെ അവിടെ ഇല്ല എന്നാണ് നമുക്ക് അറിയാനായിരിക്കുന്നത്. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. കണ്ണൂർ പാനൂരിൽ നഗരസഭാ ചെയർപേഴ്സണെ ചൊല്ലി മുസ്ലിം ലീഗിൽ തർക്കം. നൌഷദ് കൂടത്തിലിനെ ചെയർപേഴ്സണാക്കാനുള്ള പാർട്ടി തീരുമാനത്തിനെതിരെ പരസ്യ പ്രതിഷേധവുമായി പ്രവർത്തകർ രംഗത്തെത്തി. ഉമൈസ തിരുവമ്പാടിയെ നഗരസഭാ അധ്യക്ഷയാക്കണം എന്നാവശ്യപ്പെട്ട് പാനൂർ ടൗണിൽ പ്രവർത്തകർ പ്രകടനം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി സുമേഷ് മൊറാഴ ചേരുന്നു. സുമേഷ്, പാനൂരിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തർക്കവും പ്രതിഷേധവും ഒക്കെ ഉണ്ടാകാൻ സാഹചര്യമുണ്ടായത്? അശ്വതി, 2015 രൂപീകരിച്ച ഈ പാനൂർ നഗരസഭ ഈ രൂപീകൃത കാലം മുതലേ UDFന്റെ കയ്യിലാണുള്ളത്. ഇത്തവണയും ഇതുപോലെ തന്നെ 41 വാർഡുകളിൽ 23 സീറ്റ് നേടി UDF ആണ് അവിടെ ഭരണം നിലനിർത്തിയിരിക്കുന്നത്. ഇവിടെ ലീഗിനാണ് ഈ ചെയർമാൻ സ്ഥാനം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി തീരുമാനിച്ച ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലിയാണ് ഇപ്പോൾ ഒരു വിഭാഗം പ്രവർത്തകർ ഈ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. പാർട്ടി തീരുമാനിച്ച ഈ ചെയർമാൻ സ്ഥാനം നൌഷത്ത് കൂടത്തിനെയായിരുന്നു. ഈ നൌഷത്ത് കൂടത്തിനെ മാറ്റി പകരം ഉമേഷ് തിരുവമ്പാടിയെ നഗരസഭ അധ്യക്ഷയാക്കണം എന്നാണ് ഒരു വിഭാഗം ഈ പ്രവർത്തകരുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ നേതൃത്വത്തിനെതിരെ ശക്തമായി പ്രവർത്തകർ രംഗത്തെത്തി. ഇന്നലെ വൈകിട്ട് ഏകദേശം സന്ധ്യയോടുകൂടി പാനൂർ നഗരസഭയിൽ ഒരു വിഭാഗം പ്രവർത്തകർ ഈ പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തു. ഇവർ പറയുന്നത് ഈ സാധാരണ നിങ്ങൾ വഞ്ചകരാണ് എന്നുള്ള മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെയാണ് ഇവർ ഇതിന്റെ ഭാഗമായി ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ആളുകളുടെ താല്പര്യം, ചില ആളുകളുടെ താല്പര്യം മാത്രം സംരക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ജനകീയമായിട്ടുള്ള ഒരു മുഖം എന്ന നിലയിൽ ഇപ്പോഴുള്ള ഈ പാർട്ടി തീരുമാനിച്ചുള്ള നൌഷത്ത് കൂടത്തിലല്ല ജനകീയ മുഖം എന്നുള്ളതാണ് ഈ പ്രവർത്തകരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ പാർട്ടി തീരുമാനിച്ച ഈ ചെയർമാൻ നൌഷത്ത് കൂടത്തിലെ മാറ്റി പകരം ഉമേഷ് തിരുവമ്പാടിയെ തീരുമാനിക്കണം എന്നുള്ളതാണ് ഈ പ്രവർത്തകരുടെ ആവശ്യം. ശരി സുമേഷ്. ദേശീയ വാർത്തകളിലേക്ക് കൂടി പോകുമ്പോൾ മഹാരാഷ്ട്രയിൽ താക്കറെകൾ ഒന്നിക്കുന്നു. ശിവസേനയും MNSും തമ്മിലുള്ള സഖ്യപ്രഖ്യാപനം ഇന്നുണ്ടാകും. മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഈ സഖ്യപ്രഖ്യാപനം. രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, ഗുഡ് മോർണിംഗ്. ഏത് സാഹചര്യത്തിലാണ് ഈ താക്കറെകൾ ഒന്നിക്കുന്നത്? അശ്വതി, 20 വർഷത്തിന് ശേഷം ഠാക്കറെകൾ ഇപ്പോൾ ഒന്നിക്കുകയാണ്. കാരണം 2005 ശിവസേനയിൽ നിന്ന് വിട്ടിറങ്ങി MNS, മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിക്ക് രാജ്
ഠാക്കറെ രൂപം നൽകുന്നത്. അതിനുശേഷം തെരഞ്ഞെടുപ്പുകളിൽ രണ്ടു പാർട്ടിയും നേർക്കുനേർ പലപ്പോഴും പോരാടി. ഏതായാലും പിണക്കങ്ങൾ മറന്ന് വീണ്ടും രണ്ട് ഠാക്കറെകളും ഒന്നിക്കുന്നു എന്നുള്ളത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് മുംബൈ രാഷ്ട്രീയത്തിൽ അതിനിർണായകമാണ്. കാരണം മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 15-ാം തീയതി നടക്കാനിരിക്കുകയാണ്. ഈ രണ്ടു പാർട്ടികൾക്കും അത് ജീവൻ മരണ പോരാട്ടമാണ്. കാരണം അടുത്തിടെയാണ് ഇപ്പോൾ നഗരപഞ്ചായത്തിലേക്കും ഒക്കെയുള്ള തെരഞ്ഞെടുപ്പ് അവസാനിച്ചത്. 288 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടന്നപ്പോൾ അതിൽ 9 ഇടങ്ങളിൽ മാത്രമാണ് ശിവസേനയ്ക്ക് പ്രസിഡന്റ് പദവി നേടാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ വലിയ തകർച്ച അവിടെ ശിവസേന നേരിട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ രണ്ടു പാർട്ടികളും ഒന്നിക്കുന്നുണ്ട്. ഏതായാലും ആഴ്ചകൾ നീണ്ട ചർച്ചകൾ നടന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ സഖ്യപ്രഖ്യാപനം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇന്ന് 12 മണിക്ക് രണ്ട് നേതാക്കളും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിൽ എന്തുകൊണ്ട് ഒന്നിക്കുന്നു എന്ന പ്രഖ്യാപനം ഇരു നേതാക്കളും നടത്തുകയും ചെയ്യും. ഏതായാലും 227 വാർഡുകളാണ് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനുള്ളത്. അതിൽ തന്നെ 150 വാർഡുകളിൽ ശിവസേന മത്സരിക്കും. 77 വാർഡുകളിൽ MNSും മത്സരിക്കും. അതാണ് ഇപ്പോഴുള്ള ധാരണ. ഇതിൽ തന്നെ 150 സീറ്റുകളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പക്ഷേ ചില മേഖലകളിലെ സീറ്റുകൾ, ഏതാണ്ട് 77 സീറ്റുകളിൽ കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നു എന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും 2017 ഏറ്റവും അവസാനം മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് ശിവസേനയായിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി. BJP തൊട്ടുപിറകിൽ രണ്ടാമതായി വന്നു. 84 സീറ്റ് അന്ന് ശിവസേന നേടിയപ്പോൾ 82 സീറ്റിൽ BJP ഒറ്റയ്ക്ക് വിജയിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ശിവസേനയെ അവർ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ നിലവിൽ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സാഹചര്യം അതല്ല. അതുകൊണ്ട് തന്നെ ശിവസേനയ്ക്ക് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ MNSുമായി അവർ കൈകൊടുക്കുന്നത്. നേരത്തെ ഹിന്ദി സ്കൂളുകളിൽ ഹിന്ദി നിർബന്ധമാക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് രണ്ടു പാർട്ടികളും ഒന്നിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സഖ്യം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും രണ്ടു പാർട്ടികളും ഒന്നിക്കുമ്പോൾ അവരുടെ പരമ്പരാഗത വോട്ട് ബേസ് എന്ന് പറയുന്നത് മറാഠ വോട്ടുകളാണ്. ആ വോട്ടുകളിൽ വിള്ളൽ വീഴില്ല എന്നാണ് ഏതായാലും വിദഗ്ധരൊക്കെ തന്നെ അഭിപ്രായപ്പെടുന്നത്. തീർച്ചയായും ഇത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരു നിർണായക സഖ്യ നീക്കത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. 12 മണിക്കാണ് ഏതായാലും ഔദ്യോഗിക പ്രഖ്യാപനം നടക്കാൻ പോകുന്നത്. ശരി രാകേഷ്, ആസാം സംഘർഷത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി വേണം. രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് അസമിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്. കർബി ആംഗ്ലോങ് മേഖലയിൽ ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. സംഘർഷത്തെ തുടർന്ന് ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. സ്ഥിതിഗതികൾ കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു വരികയാണ്. രാകേഷ്, ഈ അസമിലെ നമുക്കറിയാം ഈ പ്രദേശങ്ങളിലെല്ലാം ഗോത്രവർഗ്ഗങ്ങളുള്ള സ്ഥലമാണ്. എന്താണ് അവരുടെ ഈ ഒരു പ്രക്ഷോഭത്തിന് അല്ലെങ്കിൽ ഏറ്റുമുട്ടലിന് കാരണമായത്? 2 ജില്ലകൾ, വെസ്റ്റ് കർബി ആംഗ്ലോങ് ഒപ്പം തന്നെ കർബി ആംഗ്ലോങ്, ഈ 2 ജില്ലകളിലാണ് സംഘർഷം വ്യാപിച്ചിരിക്കുന്നത്. കാരണം ഇത് ഒരു ഗോത്ര മേഖലയാണ്. ഈ മേഖലകളിൽ സ്വാഭാവികമായും മറ്റിടങ്ങളിൽ നിന്നുള്ളവർ, പ്രത്യേകിച്ച് നേപ്പാൾ വംശജർ, ബീഹാറിൽ നിന്നുള്ളവർ, ബംഗാളിൽ നിന്നുള്ളവർ, ഈ 3 ആളുകളും പല കുന്നുകളിലും താമസമാക്കിയിട്ടുണ്ട്. ഇവർ ഒഴിഞ്ഞു പോകണം എന്നാണ് ഇവരുടെ ആവശ്യം. സ്വയംഭരണ അവകാശമുള്ള ജില്ലകളാണ് ഈ രണ്ടും. ഈ സ്വയംഭരണാവകാശം ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഓട്ടോണമസ് കൗൺസിലാണ് അവിടെ ഭരണം നടത്തുന്നത്. ഇവർ ഈ ആവശ്യം, അതായത് മറ്റിടങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ ഒഴിഞ്ഞു പോകണം എന്ന ആവശ്യം കുറേ കാലങ്ങളായി ഉന്നയിക്കുന്നതാണ്. കഴിഞ്ഞ മാസം ഡിസംബർ 6 മുതൽ ഇവർ ഇത്തരത്തിൽ സമരം നടത്തുന്നുണ്ട്, നിരാഹാര സമരം നടത്തുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം അവിടെ പോലീസ് നടപടി ഉണ്ടായി. അതേ തുടർന്നാണ് ഇത് പിന്നീട് സംഘർഷം വ്യാപിക്കാനുള്ള കാരണത്തിലേക്ക് നയിച്ചത്. അതായത് നിരാഹാരം അനുഷ്ഠിച്ചവരുടെ ആരോഗ്യനില വഷളായപ്പോൾ അവരെ ഗുവാഹത്തിയിലെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഇതാണ് പോലീസിന്റെ ഭാഗത്തുള്ള വിശദീകരണം. പക്ഷേ സമരക്കാർ അതിനെ അങ്ങനെയല്ല കണ്ടത്, പോലീസ് നടപടിയായിട്ട് തന്നെയാണ് അവർ കണ്ടത്. ഇതേ തുടർന്ന് പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായി. പിന്നീട് കടകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി, തീവെപ്പുണ്ടായി, വലിയ തോതിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഒരു BJP നേതാവിൻ്റെ വീട് കത്തിക്കുന്ന നിലയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോയി. പിന്നീട് ഇന്നലെയാണ് വീണ്ടും വലിയ തോതിൽ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ആ സംഘർഷത്തിലാണ് ഇപ്പോൾ 2 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെ ഒരാൾ പോലീസ് വെടിവെപ്പിലാണ് ഒരു ഗോത്ര വിഭാഗക്കാരൻ കൊല്ലപ്പെട്ടത്. മറ്റൊരാൾ കുടിയേറ്റ വിഭാഗത്തിലുള്ള ആളാണ്. അത് ഈ മാർക്കറ്റിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് രണ്ടാമത്തെ ആൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. മാത്രമല്ല ഈ സംഭവം അറിഞ്ഞുകൊണ്ട് DGP അടക്കമുള്ള ഉദ്യോഗസ്ഥർ, IG അടക്കമുള്ള ഉദ്യോഗസ്ഥർ, കൂടുതൽ IPS ഓഫീസർമാരൊക്കെ തന്നെ ഈ സംഘർഷ ബാധിത മേഖലയിലേക്ക് എത്തി. അപ്പോൾ അവർക്ക് നേരെയും ആക്രമണം ഉണ്ടായി. DGP അടക്കമുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കൂടുതൽ കേന്ദ്ര സേനയെ മേഖലയിലേക്ക് അയക്കും എന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വരികയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും. കാരണം സംഘർഷം വ്യാപിപ്പിക്കാതിരിക്കാനുള്ള നടപടികൾ വേണം എന്ന നിർദ്ദേശം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് അവർ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സർക്കാർ ഇപ്പോൾ പറയുന്നത് നേരത്തെ തന്നെ ചർച്ചകൾ നിശ്ചയിച്ചിരുന്നതാണ്. 26-ാം തീയതി
ചർച്ച നിശ്ചയിച്ചിരുന്നതാണ്. ഈ സംഘടന അതിന് സമ്മതിക്കുകയും ചെയ്തതാണ്. അതിനിടയിലാണ് പ്രശ്നങ്ങൾ വഷളായതെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വിശദീകരണം വന്നിരിക്കുന്നത്. ഏതായാലും ഈ സംഘർഷം വ്യാപിപ്പിക്കാനിടയായ സാഹചര്യം എന്ത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ അന്വേഷണം നടത്തുമെന്ന് കൂടി ഇപ്പോൾ അസം സർക്കാർ അറിയിച്ചിട്ടുണ്ട്. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാവുകയാണ്. ഇന്നലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ റിയാസ് അമീദുള്ളയെ ഇന്ത്യ വിളിച്ചുവരുത്തി. ഒരാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശ് സ്ഥാനപതിയെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നത്. നേരത്തെ ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിലും ഹൈക്കമ്മീഷണറുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലുമുണ്ടായ പ്രതിഷേധ സംഭവങ്ങളിലും ബംഗ്ലാദേശ് സർക്കാർ കടുത്ത ആശങ്ക അറിയിച്ചു എന്നാണ് വിവരം. ഗാസയിൽ നിന്ന് ഒരിക്കലും സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് വ്യക്തമാക്കി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി. സ്ഥിരമായി ഗാസയിൽ സൈനിക സാന്നിധ്യം ഉണ്ടാകുമെന്നും സമാധാന പദ്ധതിയുടെ പേരിൽ ഇക്കാര്യത്തിൽ പിന്നോട്ടില്ല എന്നുമാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചത്. മന്ത്രിയുടെ നിലപാട് വെടിനിർത്തൽ രണ്ടാം ഘട്ട ചർച്ചകൾക്ക് തിരിച്ചടിയാകും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 20 സമാധാന പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഇസ്രായേൽ മന്ത്രിയുടെ പ്രകോപനപരമായ ഈ പ്രസ്താവന. ഈ മാസം 29-നാണ് ട്രംപുമായി ഗാസ വെടിനിർത്തൽ രണ്ടാം ഘട്ട ചർച്ച നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് തിരിക്കുന്നത്. ലിബിയൻ സൈനിക മേധാവി ജനറൽ മുഹമ്മദ് അലി അഹമ്മദ് അൽ ഹദ്ദാദ് വിമാന അപകടത്തിൽ മരിച്ചു. അങ്കാറയിലെ എസൻബോഗ വിമാനത്താവളത്തിൽ നിന്ന് ഇന്നലെ രാത്രി പറന്നുയർന്ന വിമാനം പിന്നീട് ഹൈമാന മേഖലയിൽ തകർന്നു വീഴുകയായിരുന്നു. സൈനിക മേധാവിയെ കൂടാതെ വിമാനത്തിലുണ്ടായിരുന്ന മറ്റ് 4 പേരും അപകടത്തിൽ മരിച്ചു. ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി അങ്കാറയിൽ നിന്ന് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ പ്രഖ്യാപനത്തിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി ന്യൂസിലൻഡ് വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സ്. കരാർ ന്യൂസിലൻഡിന് മോശമായ ഡീലാണെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം കരാർ നീതിയുക്തമല്ലെന്നും അഭിപ്രായപ്പെട്ടു. പ്രധാനമായും ക്ഷീരമേഖലയെ ഒഴിവാക്കിയതിനെതിരെയും കുടിയേറ്റത്തിൽ ഇന്ത്യയ്ക്ക് അമിത ഇളവുകൾ നൽകിയതിനെതിരെയുമാണ് ന്യൂസിലൻഡിലെ തീവ്ര വലതുപക്ഷ പാർട്ടി നേതാവ് കൂടിയായ പീറ്റേഴ്സിന്റെ എതിർപ്പ്. ന്യൂസിലാൻഡ് പൂർണ്ണമായി വിപണി തുറന്നുകൊടുക്കുമ്പോൾ ഇന്ത്യ ക്ഷീര ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഇളവ് നൽകുന്നില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കരാർ പാർലമെന്റിലെത്തിയാൽ തന്റെ പാർട്ടി എതിർത്ത് വോട്ട് ചെയ്യുമെന്നും കരാറിനെ പരാജയപ്പെടുത്തുമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. തിരുവനന്തപുരം കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷന് സമീപം വന്ദേ ഭാരത് ട്രെയിനിന് മുന്നിലേക്ക് ഓട്ടോറിക്ഷ ഇടിച്ചു കയറ്റിയ ഡ്രൈവർ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിൽ. മദ്യലഹരിയിലാണ് ഇയാൾ റെയിൽവേ ട്രാക്കിലേക്ക് ഓട്ടോ കയറ്റിയതെന്ന് പോലീസ് പറയുന്നു. അപകടത്തിൽ ഓട്ടോറിക്ഷ ഭാഗികമായി തകർന്നു. അപകടത്തെ തുടർന്ന് 1.5 മണിക്കൂറിലധികം വൈകിയാണ് ട്രെയിൻ തിരുവനന്തപുരം സെൻട്രലിൽ എത്തിയത്. തിരുവനന്തപുരം നെടുമങ്ങാട് പിക്കപ്പും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. അമ്മയും മകനും മരിച്ചു. ഇന്നലെ രാത്രി നെടുമങ്ങാട് പത്താങ്കല്ലിന് സമീപമായിരുന്നു അപകടം നടന്നത്. അരുവിക്കര സ്വദേശികളായ പ്രേമകുമാരി, ഹരികൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. PMG വെറ്ററിനറി ഹോസ്പിറ്റലിലെ അറ്റൻഡർ ആണ് പ്രേമകുമാരി. ജോലി കഴിഞ്ഞ് മകനോടൊപ്പം ബൈക്കിൽ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. സംഭവത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവറായ സുമന്തളിനെ നെടുമങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വകുപ്പുകളിലെ പദ്ധതി പുരോഗതി മുഖ്യമന്ത്രിക്ക് മുന്നിൽ മന്ത്രിമാർ ഇന്ന് അവതരിപ്പിക്കും. അടുത്ത 2 മാസത്തിനകം പൂർത്തിയാകുന്ന പദ്ധതികൾ സംബന്ധിച്ചും പുതുതായി തുടങ്ങുന്ന പദ്ധതികളെ സംബന്ധിച്ചുമാകും അവതരിപ്പിക്കുക. രാവിലെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും അവതരണം. വകുപ്പ് സെക്രട്ടറിമാരും മന്ത്രിമാർക്കൊപ്പം അവതരണത്തിൽ പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉദ്ഘാടനം ചെയ്യേണ്ട പദ്ധതികളുടെ പുരോഗതി മന്ത്രിമാർ നേരിട്ട് വിലയിരുത്തണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. PM ശ്രീ പദ്ധതി പുനഃപരിശോധിക്കുന്നതിന് രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ ആദ്യ യോഗത്തിന്റെ തീയതിയും ഇന്ന് തീരുമാനിക്കും. ലോക്ഭവൻ കലണ്ടറിൽ സവർക്കർ. ലോക്ഭവൻ കേരള പുറത്തിറക്കിയ 2026 കലണ്ടറിൽ സവർക്കറുടെ ചിത്രവും സ്വാതന്ത്ര്യസമര സേനാനികളുടെയും സാംസ്കാരിക നായകന്മാരുടെയും കൂട്ടത്തിലാണ് സവർക്കർ ഉള്ളത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് ഗവർണറിൽ നിന്നും കലണ്ടർ ഏറ്റുവാങ്ങി പ്രസിദ്ധീകരിച്ചത്. 20 വർഷം മുൻപ് മരിച്ച അമ്മയുടെ ശബ്ദം ഈ ക്രിസ്മസ് കാലത്ത് പുനരുജ്ജീവിപ്പിക്കുകയാണ് ഒരു മകൻ. അമ്മ ജീവിച്ചിരുന്ന കാലത്ത് പാടിയ മനോഹരമായ ഒരു ക്രിസ്മസ് ഗാനമാണ് അമ്മയ്ക്ക് സമ്മാനമായി മകൻ നൽകുന്നത്. കാല
കാലം ഏറെ പിന്നിട്ടിട്ടും മായാതെ നിലനിൽക്കുന്ന ചില ശബ്ദങ്ങളുണ്ട്. ഓർമ്മകളെ തൊട്ടുണർത്തുന്ന, ഹൃദയത്തിൽ ഇന്നും മുഴങ്ങുന്ന ശബ്ദങ്ങൾ. അതും അരികിലില്ലാത്ത സ്വന്തം അമ്മയുടേതാകുമ്പോൾ മധുരം കൂടും, ഓർമ്മകൾ നിറയും. 24 വർഷം മുൻപ് മാവേലിക്കര പനച്ചമൂട് YMCA സംഘടിപ്പിച്ച ക്രിസ്തുമസ് പരിപാടിയിൽ YMCAയുടെ സജീവാംഗമായിരുന്ന പരേതയായ മോളിരാജൻ സ്നേഹത്തോടെ ആലപിച്ചത്. ഇന്നത്തെ പോലെ ആധുനിക ശബ്ദ സംയോജന സാങ്കേതിക വിദ്യകളൊന്നും ലഭ്യമല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ യാതൊരു വാദ്യോപകരണങ്ങളുടെയും അകമ്പടിയില്ലാതെ ഒരു ലളിതമായ ഓഡിയോ കാസറ്റിൽ രേഖപ്പെടുത്തിയ ആ ഗാനം ഡിസംബർ 13 വിട്ടുപിരിഞ്ഞ പ്രിയമാതാവ് മോളിരാജന് സ്നേഹപൂർവമായ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഓർമ്മകളുടെയും പ്രാർത്ഥനകളുടെയും സംഗീതമായി മാറിയ ഗാനം ആ അമ്മയ്ക്ക് ക്രിസ്മസ് സമ്മാനമായി മാറുകയാണ്. ന്യൂസ് 18 ആലപ്പുഴ. മതസൗഹാർദ്ദത്തിന്റെ കാഴ്ചകളാണ് കേരളത്തിൽ എല്ലാ ആഘോഷങ്ങളെയും കൂടുതൽ മനോഹരമാക്കുന്നത്. മതഭേദമില്ലാതെ മനുഷ്യരെല്ലാം ഒരുമിച്ചാണ് ഇത്തവണയും ക്രിസ്മസിനെ വരവേൽക്കുന്നത്. ഒരുമയുടെ സന്ദേശം വിളിച്ചോതുന്ന ഇടുക്കിയിലെ ഒരു പുൽക്കൂടിന്റെ വിശേഷങ്ങൾ കാണാം. പുൽക്കൂട്ടിലെ കൺ തുറക്കുന്നുണ്ണിയേശു, ഇരുവശവും നിന്ന് പുഞ്ചിരി തൂകുന്ന മറിയവും ഔസേപ്പും, ആകാശങ്ങളിൽ മാലാഖമാർ, അവർക്ക് മുകളിൽ വാൽ നക്ഷത്രം. തിരുപ്പിറവിക്ക് സാക്ഷിയാകാൻ തൊടുപുഴയ്ക്കടുത്ത് കാളിയാറിലെ പുൽക്കൂട്ടിൽ മറ്റു ചിലർ കൂടിയുണ്ട്. 18ാം പടിക്ക് മുകളിലെ അയ്യപ്പസ്വാമി, ധ്യാനപൂർണനായ ശ്രീനാരായണ ഗുരു, ചേർന്ന് തന്നെ കാളിയാർ ജുമാ മസ്ജിദും, കൂടെ തന്നെ ഫറവോ രാജാവിന്റെ കൊട്ടാരവും കാളിയാർ ഫൊറാന ചർച്ചും. എല്ലാ ക്രിസ്മസ് കാലത്തും ഉള്ളതാണ് കാളിയാർ സ്വദേശി ടോമിയുടെ പുൽക്കൂട് നിർമ്മാണം. ഇത്തവണ ടോമി കുറച്ച് വിശാലമായി ചിന്തിച്ചു. നാടും കുടുംബവും ഒപ്പം നിന്നു. ഒരു നാടിന്റെ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി തീരുകയാണ് ഈ പുൽക്കൂട്. കാളിയാറിലെ ഈ പുൽക്കൂട്ടിൽ മതമൈത്രി കൂടിയായതോടെ ഇവിടെ പിറക്കുന്ന ദൈവപുത്രൻ സ്നേഹത്തിന്റെ കാവൽക്കാരൻ കൂടിയാവുകയാണ്. ന്യൂസ് 18 ഇടുക്കി. ശബരിമലയിൽ ഇന്നലെയും 1 ലക്ഷത്തിനടുത്ത് ഭക്തർ മല കയറി. 96,668 ഭക്തരാണ് ഇന്നലെ അയ്യപ്പനെ തൊഴാനെത്തിയത്. ഇന്നും സമാനമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതുവരെ 40,000-ഓളം ഭക്തർ മല ചവിട്ടി. അതേസമയം പോലീസിന്റെ കർപ്പൂരാഴി ഇന്ന് വൈകുന്നേരം നടക്കും. ശബരിമലയിൽ ഇന്ന് രാവിലെയും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെയും മിനിങ്ങാന്നും ഒക്കെ ഉള്ളതിന് സമാനമായ രീതിയിലുള്ള തിരക്കാണ്. ഏതാണ്ട് ഫ്ലൈ ഓവറും നടപ്പന്തലും എല്ലാം നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് ഇന്ന് രാവിലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് മിനിങ്ങാന്ന് തിങ്കളാഴ്ച ദിവസങ്ങളിലാണ് ഏറ്റവും വലിയ തിരക്കുകളുള്ളത്. അന്ന് 97,000 ഭക്തരാണ് ശബരിമല സന്നിധാനത്ത് 1 ലക്ഷം ഭക്തർ, 1,05,000-ൽ പരം ഭക്തരാണ് ദർശനം നടത്തിയത്. ഇന്ന് 97,000 ആയിരുന്നു. ഇന്ന് രാവിലെ വരുന്ന കണക്കനുസരിച്ച് തന്നെ ഏതാണ്ട് 30,000 പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കണക്കുകൾ. സാധാരണഗതിയിൽ ഉച്ചയ്ക്ക് ശേഷം അത്രത്തോളം ഭക്തർ, രാവിലത്തെ അത്രയും ഭക്തർ എത്താറില്ല. ഏതാണ്ട് എല്ലാ ദിവസവും ഈ ഒരു സ്ഥിതിയാണുള്ളത്. 30,000 കടക്കുന്ന സ്ഥിതിയാണുള്ളത് രാവിലെ ഒരു 7 മണിയുടെ കണക്ക് വരുമ്പോൾ തന്നെ. അതുതന്നെയാണ് ഇപ്പോഴും. മണിക്കൂറിൽ ഏതാണ്ട് 4,500, 5,000 ഭക്തരൊക്കെയാണ് ശബരിമല സന്നിധാനത്ത് ദർശനത്തിന് എത്തുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ നിയന്ത്രണങ്ങളുണ്ട്. അതായത് മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട് 26-ന് 30,000 പേർക്കും 27-നും 35,000 പേർക്കും മാത്രമാണ് ദർശനം ഉള്ളത്. ഇന്നിപ്പോൾ പോലീസിൻ്റെ കർപ്പൂരാഴി വൈകുന്നേരം നടക്കുന്നു. DGP റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ സന്നിധാനത്ത് ഇതിൻ്റെ ഭാഗമായി ഇന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നലെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ കർപ്പൂരാഴി ഉണ്ടായിരുന്നു. എന്തായാലും ഏതാണ്ട് പരിപൂർണമായി ഇനിയുള്ള ദിവസങ്ങൾ ഒരു ഉത്സവാന്തരീക്ഷത്തിലേക്ക് ശബരിമല സന്നിധാനം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ വലിയ തിരക്കും ഈ ഒരു ദിവസങ്ങളിൽ തുടരുകയാണ്.
ഈ സന്നിധാനത്ത് പുല്ലുമേടി വഴി അടക്കം എത്തുന്ന ഭക്തർക്കടക്കം പല നിയന്ത്രണങ്ങളുമുണ്ട്. എന്തായാലും എത്തുന്നവർ ഈ ചില സമയങ്ങളിലെങ്കിലും ശരംകുത്തി വരെ ഒരു നീണ്ട ക്യൂ കാണുന്നുണ്ട്. ക്രിസ്മസിനെയും പുതുവത്സരത്തെയും വരവേൽക്കാൻ പുതിയ സാഹസിക റൈഡ് അവതരിപ്പിച്ച കണ്ണൂർ പറശ്ശിനിക്കടവ് വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക് 15 കോടി രൂപ ചെലവിൽ സ്ഥാപിച്ച ഇറ്റാലിയൻ റൈഡായ റോഡിക്സ് സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. മോസർ കമ്പനി പുറത്തിറക്കിയ റോഡിക്സ് റൈഡ് ഇറ്റലിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്തതാണ്. റൈഡിൽ ഒരേ സമയം 24 പേർക്ക് കയറാം. പാർക്കിലെത്തുന്നവർക്ക് പരമാവധി ഉല്ലാസം പകർന്നു നൽകാനാണ് ശ്രമിക്കുന്നതെന്ന് വിസ്മയ ചെയർമാൻ PV ഗോപിനാഥ് പറഞ്ഞു. 9 മണി വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. ന്യൂസ് ട്രെൻഡ്സിൽ KP അഭിലാഷ് ചേരും. നമസ്കാരം.